ഹായ് ഫ്രണ്ട്സ്, ഇതെൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ 5:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഞാൻ വിളക്കൊക്കെ വെച്ചിട്ട് രാവിലത്തെ പണിയിലേക്ക് കിടക്കുക കേട്ടോ. അപ്പോൾ തലേദിവസം തന്നെ അരിയിട്ട് തിളപ്പിച്ചിട്ട് ഞാൻ കുക്കറിൽ വെക്കും. രാവിലെ അത് ഒന്നുകൂടെ തിളപ്പിച്ചിട്ട് ഊറ്റിയെടുക്കുകയാണ് പതിവ്. അപ്പം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡലിയും സാമ്പാറുമാണ്. സാമ്പാറെന്ന് വെച്ചാൽ ഞാൻ പരിപ്പൊന്നും ഇടാതെ, കഷ്ണങ്ങളൊന്നും പ്രത്യേകമായിട്ടൊന്നും ഇടാതെ ഉണ്ടാക്കുന്നൊരു പ്രത്യേക സാമ്പാറുണ്ട് കേട്ടോ. അതാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ രാവിലെയാണ് ഞാൻ മാവിൽ ഉപ്പ് ചേർക്കുന്നത് കേട്ടോ. ഉപ്പ് ചേർത്ത് ഇളക്കി നമുക്കിനി മാവ് ഒഴിച്ചിട്ട് 10-15 മിനിറ്റ് ആവി കയറ്റി വെച്ചിട്ട് നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാം. ഇഡ്ഡലിയേക്കാളും എൻ്റെ മക്കൾക്ക് ഇഷ്ടം നല്ല നെയ്യൊക്കെ ഒഴിച്ചുണ്ടാക്കുന്ന നല്ല മൊരിഞ്ഞ ദോശയാണ്. പക്ഷേ എന്നും ദോശ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ ഇന്ന് ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. രാവിലെ വിളക്ക് വെക്കുന്ന കൂടെ തന്നെ ഞാൻ 2-3 സാമ്പ്രാണിയൊക്കെ കത്തിച്ചിട്ട് അവിടെയും വെക്കും, പിന്നെ അടുക്കളയിലും കൊണ്ടുവയ്ക്കും കേട്ടോ. അതിൻ്റെ ഒരു മണം അടിക്കുമ്പോൾ തന്നെ നമുക്ക് രാവിലെ ഒരു പ്രത്യേക പോസിറ്റീവ് ഫീലിങ്. അപ്പോൾ ഉറങ്ങി നടന്നാൽ ആ മണം അടിക്കുമ്പോൾ ഉണർന്ന് നടക്കാൻ പറ്റും. അപ്പോൾ ഉണർന്ന് നമുക്ക് പെട്ടെന്ന് ജോലിയൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. ഈ നേരം കൊണ്ട് ഇഡലിയൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അടച്ചു വയ്ക്കാം. ഇനി ഞാൻ പറഞ്ഞ് സാമ്പാർ ഉണ്ടാക്കുന്നതിനായിട്ട് പാനിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു തക്കാളി, ഒരു വലിയ തക്കാളിയാണ്. അതോടൊപ്പം തന്നെ 2 സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5-6 വെളുത്തുള്ളിയും വേണം. അപ്പോൾ നമുക്ക് ഇത്രയും സാധനം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ പരിപ്പ് വെള്ളത്തിലിടാൻ മറന്നാലോ അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങും വേറെ പച്ചക്കറികളൊന്നും ഇല്ലെങ്കിൽ പോലും ഇപ്പോൾ സാമ്പാർ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. ഞാനത് എനിക്കൊരാൾ പറഞ്ഞു തന്ന റെസിപ്പിയാണ്. അപ്പോൾ ഞാനത് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് എൻ്റെ മോന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവന് സാമ്പാറിനേക്കാൾ കൂടുതൽ ഇഷ്ടം ഈ കറിയാണെന്ന് അവൻ എപ്പോഴും പറയും കേട്ടോ. ഇനി ആ വഴന്ന് വന്ന് തക്കാളി സവാളയും നമുക്കൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കണം. അത് കഴിഞ്ഞ് അതേ പാനിൽ തന്നെ വീണ്ടും വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി കടുക് പൊട്ടിച്ചിട്ട് നമ്മൾ ആദ്യം കഷ്ണങ്ങൾ വഴറ്റുന്നതിന് മുമ്പായിട്ട് 2-3 കഷ്ണം തക്കാളിക്കയും സവാളയും മാറ്റി വെക്കണം. അപ്പോൾ നമുക്കതിപ്പം കടുക് വറുക്കുമ്പോൾ ആവശ്യമുണ്ട്. അപ്പോൾ കടുക് വറുക്കാൻ കടുക് പൊട്ടിച്ച ശേഷം ആ മാറ്റി വെച്ച കഷ്ണങ്ങൾ വീണ്ടും നമ്മളിതിലേക്ക് ഇട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മളിപ്പോൾ ഇടുന്ന ഈ തക്കാളിക്ക് സവാളയും മാത്രമേ ഈ കറിക്കകത്ത് കഷ്ണങ്ങളായിട്ട് കാണത്തുള്ളൂ. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ച ആ പേസ്റ്റ് രൂപത്തിലുള്ള തക്കാളിക്കയും സവാളയും കൂടെ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഈ കടുക് വറുത്ത് ഇതിലേക്ക് ഒഴിക്കണം. ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കണം, പിന്നെ ആവശ്യത്തിന് സാമ്പാർ പൊടി ചേർക്കണം. അത് നമ്മൾ എത്ര ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ടോ അതനുസരിച്ച് വേണം പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ. പിന്നെ അല്പം വാളംപുളി പിഴിഞ്ഞൊഴിക്കണം. തക്കാളിക്ക് വലിയ പുളിയൊന്നും കാണത്തില്ലല്ലോ, അപ്പോൾ നമ്മൾ കുറച്ച് വാളംപുളിയും കൂടെ പിഴിഞ്ഞ് ചേർക്കണം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കായപ്പൊടി ചേർക്കണം, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കണം കേട്ടോ. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുമ്പോഴത്തേനും കറി നല്ല കുറുകി വരും. ഒരുപാട് കുറുകി പോകണ്ട. അപ്പോൾ മീഡിയം സൈസ് കുറുക്ക് മതി. എന്നിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇപ്പോൾ കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ നല്ലതാണ്. സാമ്പാർ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ കറി ഇഷ്ടപ്പെടും. അപ്പം നമുക്കിനി അടുത്തത് മെഴുക്കുവരട്ടി വെക്കണം. മെഴുക്കുവരട്ടിക്ക് അച്ചിങ്ങപ്പയറാണ് എടുത്തിരിക്കുന്നത്. അച്ചിങ്ങപ്പയറിലേക്ക് സവാള ഇങ്ങനെ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ അതാകുമ്പോൾ ഒന്ന് വഴന്ന് വന്നാലും ഈ സവാള നമുക്ക് കാണാൻ കിട്ടും. അതിലേക്ക് പിന്നെ പച്ചമുളകും മഞ്ഞൾപ്പൊടി ഉപ്പും ഒക്കെ ചേർത്ത് ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം. പയറൊക്കെ മെഴുക്കുവരട്ടി വെച്ചാൽ എല്ലാവരും കൂട്ടിക്കോളും. ഞങ്ങൾ കൊണ്ടുക്കോളും. പിന്നെ മോക്കും വലിയ കുഴപ്പമൊന്നുമില്ല. മോക്ക് കുറച്ച് മതിയെന്നേ ഉള്ളൂ. അവൾ ഇച്ചിരി വെച്ച് സ്കൂളിൽ കൊണ്ടുക്കോളും. പിന്നെ അവൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്ക് കൊണ്ടുപോകുന്ന ചോറ് അവന് വലിയ താല്പര്യമില്ല. പിന്നെ ഇഷ്ടമുള്ള കറിയൊക്കെ ആണെങ്കിൽ ചോറ് ഒരു നേരം കഴിക്കും. എന്തായാലും ഒരു നേരം ചോറുണ്ണും കേട്ടോ. രാത്രി എന്തായാലും ഞാൻ ചോറ് കൊടുക്കുന്നത്. പിന്നെ ഉച്ചയ്ക്ക് രാവിലെ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് അതാണ് അവൻ മിക്കവാറും കൊണ്ടുപോകുന്നത്. നന്ദുമോൾക്ക് ചോറ് മതി. അവൾക്ക് ശകലം ചോറ് മതി. അത് ഉച്ചയ്ക്ക് കൊണ്ടുപോകും. പിന്നെ രാവിലെ ദോശയൊക്കെ കൊണ്ടുപോയാൽ ഉച്ചക്കത്തേക്ക് അതിന് വേറെ സ്മെല്ലാണെന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് അവൾ ചോറേ കൊണ്ടുപോകത്തുള്ളൂ. പിന്നെ നമുക്കൊരു ചമ്മന്തി കൂടെ അരച്ചെടുക്കണം. തേങ്ങാ ചമ്മന്തി. അത് മിക്സിയിലായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് രാവിലെ കല്ലിലൊന്നും അരയ്ക്കാനുള്ള നേരം കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് മിക്സിയിൽ തന്നെ അരച്ചെടുക്കാമെന്ന് വെച്ചു. അതിന് ഉള്ളിയും മുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് മിക്സിയിൽ തന്നെ അടിച്ചെടുത്തു. അപ്പോൾ ചമ്മന്തിയും റെഡിയായി. നമുക്ക് ലഞ്ച് പാക്ക് ചെയ്യാം. പൊന്നൂനിന്ന് ഇഡ്ഡലിയാണ് കൊടുത്തു വിടുന്നത്. രാവിലെ നമുക്ക് ഇഡ്ഡലി ആയതുകൊണ്ട് ഇഡ്ഡലി കൊടുത്തു വിടാമെന്ന് വെച്ചു. ഇഡ്ഡലിക്ക് രാവിലെ ഉണ്ടാക്കിയ കറിയും കൂടെ. അപ്പോൾ കറിക്കകത്ത് പീസുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് പുള്ളിക്കാരന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നന്നായിട്ട് കറി കൂടുതൽ കൂട്ടിക്കോളും. കറിയൊക്കെ നന്നായിട്ട് ഒഴിച്ച് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നന്ദുമോക്ക് ഇന്ന് ചോറും പിന്നെ സാമ്പാർ ഉണ്ടാക്കിയതും പിന്നെ കുറച്ച് മെഴുക്കുവരട്ടി കൂടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു പപ്പടം നന്നായിട്ട് കീറിയിട്ട് കാച്ചി എടുത്തിട്ട് ചെറിയ പാത്രത്തിൽ ഇട്ട് കൊടുത്താൽ അവൾക്ക് അത് തന്നെ ധാരാളമായി.
ഇവരുടെ സ്കൂളിൽ പിന്നെ സ്നാക്സ് അലൗഡ് അല്ല കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ഒരു നേരത്തെ ആഹാരം മാത്രമേ കൊടുത്തു വിടാൻ പറ്റത്തുള്ളൂ. അത് അവർ കൂടുതൽ പറയുന്നത് ചോറ് കൊടുത്തു വിടാനാണ്, അതും വെജിറ്റബിൾ എന്തെങ്കിലും കൊടുത്തു വിടാനാണ് അവർ പറയുന്നത്. പിന്നെ ഓരോ കുട്ടികൾക്കും ഇഷ്ടമുള്ളതുപോലെ പിന്നെ കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് സ്നാക്സിനെ കുറിച്ച് ഓർത്തിട്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇനി ഞങ്ങൾക്ക് ചോറ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് 2 മുട്ട കൂടെ പൊടിച്ചെടുക്കാം. 2 മുട്ടയും ഉള്ളിയും മുളകൊക്കെ ഇട്ടിട്ട് ഒരു ഓംലെറ്റ് ഉണ്ടാക്കിയെടുക്കാം. പിള്ളേരുടെ ബസ് 8:30 വരും. എനിക്കും ഏട്ടനും ഒരു 9-നും 9:30ക്കും ഇടയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം. അപ്പോൾ തലേദിവസം പ്ലാൻ ചെയ്ത് വെച്ചെങ്കിൽ മാത്രമേ രാവിലെ പെട്ടെന്ന് ഈ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ. അല്ലാതെ രാവിലെ നമ്മൾ പ്ലാൻ ചെയ്യാൻ നിന്നാൽ രാവിലെ എന്താ ഉണ്ടാക്കേണ്ടതെന്ന് പോലും ചിന്തിച്ചാണെങ്കിൽ ഞാൻ 1 മണിക്കൂർ നിൽക്കും. അപ്പോൾ തലേദിവസം നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചെങ്കിൽ നമുക്ക് രാവിലെ പെട്ടെന്ന് പണി തീർക്കാം. അപ്പോൾ ഞങ്ങൾക്കുള്ള ചോറ് എടുക്കുകയാണ്. അപ്പോൾ ചോറ്റുപാത്രത്തിൽ ചോറിട്ടു. പിന്നെ ചോറിൻ്റെ കൂടെ ചമ്മന്തി ഉണ്ട്, മെഴുക്കുവരട്ടിയുണ്ട്, മുട്ട പൊരിച്ചതുണ്ട്, അതിൻ്റെ കൂടെ 2 മുളക് വറുത്ത് വെക്കുന്നുണ്ട്. തൈര് മുളക് എന്നൊക്കെ പറയുന്നത്, ഞങ്ങളുടെ ഇവിടെയൊക്കെ തൈര് മുളക് ഇങ്ങനെ വലിയൊരു മുളകില്ലേ, അതും കൂടെ വറുത്ത് വെച്ചു. പിന്നെ രാവിലത്തെ ഒഴിച്ചുകറിയായിട്ട് രാവിലെ നമുക്ക് ഇഡലിക്ക് ഉണ്ടാക്കിയ കറിയുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങിയാൽ മതി. അപ്പോൾ ചായക്ക് നല്ല കടുപ്പം വേണം കേട്ടോ, അതാ ചായ ചുമന്നിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ കഴിച്ചു കഴിഞ്ഞു ഞങ്ങൾ ഇറങ്ങുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പം നാളെ കാണാം. ബൈ ഫ്രം അതുല്യ.